കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ വിപണി ഏകദേശം 1% മൈനസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും ഏതാണ്ട് 1.5% പ്ലസ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പ്രധാനമായിട്ടും HDFC, ICICI, റിലയൻസ് എന്നിവയുടെ റിസൾട്ട് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നത്. അതിനോടുള്ള പ്രതികരണമായിരിക്കും ഇന്ന് ആദ്യമായിട്ട് മാർക്കറ്റിന്റെ ട്രേഡിംഗിൽ ഉണ്ടാവുക. പൊതുവെ റിസൾട്ട് വന്നത് ഭേദപ്പെട്ട റിസൾട്ടാണ് വന്നേക്കുന്നത്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഏഷ്യൻ പെയിന്റ്സിന്റെ ഷെയർ വിറ്റതിന്റെ ഒരു പ്രോഫിറ്റ് ആണ് കൂടുതലായിട്ടും കാണിച്ചിരിക്കുന്നത്. HDFCയെ സംബന്ധിച്ചിടത്തോളം പ്രൊവിഷൻ കൂടുതലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. 14,000 കോടി രൂപയോളം പ്രൊവിഷൻ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരുപക്ഷെ ബാഡ് ലോണിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആയിരിക്കാം ഇട്ടേക്കുന്നത്. അതായത് കിട്ടാക്കടത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷൻ ആയിരിക്കും ഇട്ടേക്കുന്നത്. അതൊരല്പം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു നെർവസ്നെസ് ഉണ്ടാക്കുന്നുണ്ട്. ICICIയുടെ റിസൾട്ട് ഏകദേശം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇനി അമേരിക്കൻ മാർക്കറ്റ് ആണെങ്കിൽ വെള്ളിയാഴ്ച ഫ്ലാറ്റ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും ഇനി വരുന്ന മാസങ്ങളിൽ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകും എന്നുള്ള ഒരു ഫെഡ് ഗവർണർ ക്രിസ്റ്റഫർ വാലറിന്റെ ഒരു അഭിപ്രായത്തോടാണ് മാർക്കറ്റ് അല്പം പോസിറ്റീവായിട്ട് പ്രതികരിച്ചിരിക്കുന്നത്. പൊതുവെ വ്യാപാര യുദ്ധം തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിനെ സംബന്ധിച്ച് നിലനിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയന് എല്ലാ ഇമ്പോർട്ടിനും അമേരിക്ക 15% ഒരു റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വീണ്ടും ഒരു താരിഫ് റിലേറ്റഡ് ഇഷ്യൂസ് വരുന്നതിന്റെ ഒരു സൂചനയായിട്ടാണ് കാണുന്നത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 5ാം വട്ട ചർച്ചയും പരാജയപ്പെട്ടു. ഒന്നെങ്കിൽ ഇന്ത്യ അമേരിക്കയ്ക്ക് വഴങ്ങുക, അല്ലെങ്കിൽ ഉടക്കി പിരിയുക എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതുവരെ ഒരു കാര്യത്തിലും സമവായമായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഒരുപക്ഷെ പുറത്തു വരുന്നത്. ഇനി ഇന്ത്യ മറ്റു രാജ്യങ്ങളുമായിട്ട് ഒക്കെ ആയിട്ട്, അതായത് UK-യുമായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ഈ മോഡിയുടെ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ടുള്ള ട്രേഡ് ഡീല് നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. GNX നിഫ്റ്റി ഏതാണ്ട് ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യാൻ സാധ്യത. മാർക്കറ്റിൽ ഇപ്പോഴും നെഗറ്റീവ് അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. മറ്റു മാർക്കറ്റുകളെല്ലാം പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടും ഇന്ത്യൻ മാർക്കറ്റാണ് കഴിഞ്ഞ ആഴ്ച നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തത്. അപ്പോൾ ഈ വ്യാപാര ഡീലിനെ സംബന്ധിച്ചുള്ള അൺസർട്ടനിറ്റിയാണ് പ്രധാനമായിട്ടും മാർക്കറ്റ് നിലനിൽക്കുന്നത്. ഇനി റിസൾട്ടിനോടുള്ള പ്രതികരണമായിരിക്കും മാർക്കറ്റ് ഇന്ന് ഓപ്പണിംഗിൽ പ്രധാനമായിട്ടും ഉണ്ടാവുക. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്ന് ചൈനയുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ആണ്. ഓൾറെഡി വന്നു കഴിഞ്ഞു. അത് അൺചേഞ്ച് ആയിട്ട് തന്നെയാണ് നിലനിർത്തിയിരിക്കുന്നത്. മറ്റൊന്ന് ഇന്ത്യയുടെ ഇൻഡസ്ട്രിയൽ ഔട്ട്പുട്ട് ആണ്. അത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് പുറത്തു വരാനുള്ള സാധ്യത. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് അൾട്രാടെക് സിമന്റ്, എറ്റേണൽ, ഹാവൽസ് ഇന്ത്യ, IDBI ബാങ്ക്, ആന്ധ്ര സിമന്റ്, CI ഓട്ടോമോട്ടീവ്, ക്രിസിൽ എന്നിവയുടെ റിസൾട്ടാണ് ഇന്ന് പ്രധാനമായിട്ടും വരാനുള്ളത്. റിസൾട്ടുകളും അതുപോലെ തന്നെ ഈ വ്യാപാര ഡീലിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ ഈ നെർവസ്നെസ്സിന് കാരണം. 25,000 താഴെയാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 24,800, 24,600 വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. ഈ ഡീല് നീണ്ടുപോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് 25,200, 25,400, 600 ലെവലുകളിലാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ റീറ്റെയിൽ ട്രേഡേഴ്സ് അവരുടെ പോസിറ്റീവായിട്ട്, അതായത് ബുള്ളിഷ് പൊസിഷൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പ്രോ ട്രേഡേഴ്സും FISും ബെയറിഷ് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. പ്രോ ട്രേഡേഴ്സ് ബെയറിഷ് ആയിട്ടുള്ള പൊസിഷൻ അല്പം റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് അൺസർട്ടനിറ്റി ഉള്ളത് ഒരു കൺസോൾട്ടേഷൻ ഫേസിലാണ് നിൽക്കുന്നത്. ഓപ്ഷൻ റൈറ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഫേവറബിൾ ആയിട്ടുള്ള മാർക്കറ്റാണ്. ഓപ്ഷൻ ബയേഴ്സിനെ സംബന്ധിച്ചിടത്തോളം